ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇഡ്ലി മാവ് കൊണ്ട് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാണ്ട് ഒരു കിഡിലെ അപ്പമാണ് കേട്ടോ അന്ന് റെഡിയാക്കാൻ പോണേ. ഒരു കപ്പ് അധികം പുളിയില്ലാത്ത ഇഡ്ലി മാവാണ് എടുത്തേക്കണത്. ഇത് മാറ്റി വെക്കാം. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ചൂടാകുമ്പോൾ കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കാം. ഇതിന്റെ അളവൊക്കെ നിങ്ങൾക്ക് എന്തോരം വേണോ അതനുസരിച്ച് എടുത്തോളൂ കേട്ടോ. കുറച്ച് മുന്തിരി, ഇതൊന്ന് റോസ്റ്റ് ആവട്ടെ. മുന്തിരി മണ്ടിപ്പരിപ്പ് റോസ്റ്റായി ഇത് പാനിൽ നിന്ന് മാറ്റാം. അതേ പാനിലേക്ക് കുറച്ച് നാളികേരക്കൊത്ത് ചേർക്കുന്നുണ്ട്. നെയ്യൊന്നും ആഡ് ചെയ്യണ്ട. ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കാം. നാളികേരക്കൊത്ത് റോസ്റ്റായി ഇത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. അതേ പാനിലേക്ക് 1/4 കപ്പ് റവ ചേർക്കുന്നുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. ഇത് നല്ലോണം ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. റവി റെഡിയായി. ഇത് നമുക്ക് മാറ്റി വെക്കാം. 1 അച്ച് ശർക്കര എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഉരുക്കി എടുക്കണം. 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. ഇത് അലിഞ്ഞ് കിട്ടട്ടെ. ശർക്കരയും ഉരുക്കി കിട്ടി. ഇത് മാറ്റി വെക്കാം. വറുത്ത് വെച്ചേക്കുന്ന റവ ഒരു ബൗളിലേക്ക് ഇടുന്നുണ്ട്. 1/2 കപ്പ് ചെറുകിയ നാളികേരം, നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഇഡ്ലി മാവ്, ഇത് 1 കപ്പ് ഉണ്ട് കേട്ടോ. ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. പിന്നെ അധികം പുളി ഇല്ലാത്ത ഇഡ്ലി മാവും കൂടിയ. വറുത്ത് വെച്ചേക്കണ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. നാളികേരക്കൊത്ത് മുകളിലുണ്ടായിരുന്ന കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഏലക്കപ്പൊടി. നമ്മൾ ഉരുക്കി വെച്ചേക്കണ ശർക്കരപ്പാനി അരിച്ചൊഴിക്കാം. ഇതെല്ലാം ഇനി ഒന്ന് മിക്സ് ചെയ്യാം. റവ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതുപോലെ ശർക്കര ഉരുക്കുമ്പോഴും കുറച്ച് വെള്ളം ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരുപാട് ലൂസായി പോവരുത് മാവ്. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയി. ഇനി നമ്മളിത് സ്റ്റീം ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്റ്റീം ചെയ്യുന്ന പാത്രത്തിൽ നെയ്യ് തേച്ച് ഒരു ഇല വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലേക്കാണ് ഒഴിക്കുന്നത്. 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ സ്റ്റീം ചെയ്യുക. അതിൻ്റെ ശേഷം നമുക്ക് മുകളിൽ നാളികേരം എന്തെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ ഇട്ടതിൻ്റെ ശേഷം 15 മിനിറ്റ് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കണം. 5 മിനിറ്റ് ആയിട്ട് തുറന്നിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കണം. നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ഇടാം കേട്ടോ മുകളിൽ. ഇതിൻ്റെ മുകളിൽ കുറച്ച് കറുത്ത എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. അടച്ച് നമുക്ക് 15 മിനിറ്റ് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പം വേവാൻ വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. തുറന്ന് വെന്തുണ്ടോ നോക്കാം. വെന്തുട്ട ഇതെടുത്ത് തണുക്കാനായിട്ട് വെക്കാം. അപ്പം തണുത്തുണ്ട്. നമുക്ക് ഡീമോൾഡ് ചെയ്യാം. ഒന്ന് കൈ കൊണ്ടൊന്ന് വക്കൊക്കെ ഒന്ന് പിടിക്കണം കേട്ടോ. ഇഡ്ലി മാവ് വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പമാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു. ബൈ.